സ്കൂബിയുടെയും ചങ്ങാതി സ്കൂബിയുടെയും ചങ്ങാതി. എന്താണ് കൊറേ കാലത്തിന് ശേഷം കല്ലായിലെത്തിയതാണ്. കണ്ടോ ഉസ്താദിനുള്ള ചോറ് കൊണ്ടുകൊടുക്കാണ് ഫസികാക്ക. അല്ല നല്ല കാര്യൊക്കെ എപ്പോഴേലൊക്കെ ആവാ. ബായ് ഫസി ടേക്ക് കെയർ. രാമു അവിടെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മളെ യാരുന്റെ രാമു. രാമു രാമു അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യണത്. അതും നമ്മളെ നൊസ്റ്റു കല്ലായിന്ന്. അപ്പൊ വീടൊക്കെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ പോയതിനു ശേഷം കുറച്ചുകൂടി ഒന്ന് വൃത്തിയും മേനയൊക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 24 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ നമ്മള് സ്വിമ്മിംഗ് പൂളും മറ്റേതൊക്കെ വലിച്ചു വാരി ഇവിടൊക്കെ എപ്പോഴും വൃത്തികേടാക്കല. എപ്പം മതിലും ഒക്കെ ഒന്ന് വൃത്തിയാണ്. ഒരു ഐശ്വര്യം വെച്ചിക്കണം. എന്താ ചെയ്യ, നമുക്ക് ഉള്ളിലേക്ക് കയറട്ടാ. അത് ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞത് വലിയ ഇഷ്ടമായിട്ടില്ല. വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആ എന്റെ മോള് ഇവിടെ എന്തെല്ലൊക്കെ കളിക്കുന്നത് കണ്ടോ. എന്താ കാട്ടണേ? ഇതിലൊക്കെ എന്തിനാ വെള്ളം നിറച്ചേക്കണേ? പച്ചക്കറി കൊട്ടയാണ്. പീസ് പീസ് ആക്കിക്കാളോ. ഇത് ഇവിടെ കുത്തുന്ന സാധനമാണ്. മോമന്റെ ഇത് അത്ത എത്തണോ? അത്താ എന്താ കാട്ടണത്? ആ കുടിക്കണ വെള്ളമാണ്, അല്ല ഇതിലെല്ലാം നിറച്ചേക്ക. മനസ്സിലായോ? ഇത് വേറൊരു ടൈപ്പ് പരിപാടികളുണ്ടോ. അത് വേറൊരു കഥ. എന്താ ചെയ്യ. അപ്പൊ നമുക്ക് മമ്മീനൊക്കെ അത് കാണാൻ പോവാതെ ഞാൻ ഫസ്റ്റാക്ക വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ രാമുക്ക് തലയിട്ടത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. രാമു യാരുടെ രാമു കുട്ടാ. നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളൊരു ഡോഗിയാണിത്. എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ നമ്മള് ഇവിടെ വളർത്തണതാണ് കേട്ടോ. നമ്മളെ കാവലാണ്. എന്തേ ഉസ്താദ് എന്താ പറഞ്ഞേ? ഒന്നും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോക്ക്. എന്ത് വിശേഷം? അല്ലായില്ലേ വിശേഷം അവിടെ പോയി ചോദിച്ചോ. വാ ഇങ്ങോട്ട് വാ. വലിയ ഓവറാക്കല്ലേ. നമുക്ക് ഇമ്മനെ കാണാം കേട്ടോ. ഉമ്മ എല്ലാവർക്കും നിങ്ങളൊന്ന് കാണണമെന്ന്. ഉമ്മ തലയിൽ തട്ടിട്ടില്ല. നമുക്ക് തട്ടൊക്കെ എടുത്തു കൊടുക്കാം. ഫസികാക്ക അമ്മ കുടുംബശ്രീ ടോക്സ്. കുടുംബശ്രീ ഫസികാക്ക. എടാ കുടുംബശ്രീ ഒന്ന് നിർത്തി പോവാടാ. നിർത്തി ഒക്കെ അറിയാം കേട്ടോ. എന്റെ പപ്പ കുടുംബശ്രീയാ. അപ്പുറത്ത് ഇപ്പുറത്ത് വിവരങ്ങളൊക്കെ ചോദിച്ചാൽ എന്താ ഒന്ന് മുണ്ടാടക്കണോ. ഇവിടെ ഉമ്മനോട് വർത്താനം. നമ്മളെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ. കുടുംബശ്രീ വർത്താനം കഴിഞ്ഞോ? എന്താ ഇപ്പൊ അമ്മ ബീഫ് ഉണ്ടാക്കണം. എന്താ അമ്മ ഉണ്ടാക്കണത്? ബീഫ് വരട്ടിയതാ. അപ്പതാ ഫ്രൈയല്ലേ. എന്താന്ന് എടുത്ത് ഇട്ടണ? എന്താ ഇട്ടണെന്നൊക്കെ പറയും. മുളക്, മഞ്ഞള്, മല്ലി ഒക്കെ അങ്ങോട്ട് ആ പൊടികളൊക്കെ അങ്ങോട്ട് ഇടുക അല്ലേ. എന്നിട്ട് ഇനി എന്തത് ഗരം മസാല. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത ഓരോന്ന് പറയും. അപ്പൊ അത് അതിലേക്കുള്ള സീക്രട്ട് കൂട്ടാണ്. എന്താ വെച്ചാ ഉള്ളിയും തക്കാളി അരിഞ്ഞിടുക. ഇത് നിങ്ങളെ വീട്ടിൽ ആരടുത്തും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ ഇവിടെ തന്നെ വന്ന് നോക്കിട്ടുണ്ടാക്കട്ടോ. ഉള്ളി, തക്കാളി. എത്ര തക്കാളിയാ? അങ്ങനൊന്നുമില്ല. ഒരു കഷ്ണം ഒന്നിട്ട് ഒക്കെ നമുക്കൊരു സുമാർ കണക്കാണ്. അപ്പൊ നിങ്ങളെ ഉമ്മന്റെ സുമാറിലിടുക. എന്നിട്ട് അങ്ങോട്ട് കുഴക്ക് ഞമ്മണ്ടി തിരുമ്മിട്ടുണ്ടല്ല. ഇഞ്ചിപ്പൂണ്ട് ഇട്ടതാ ഇഞ്ചിപ്പൂ. അപ്പൊ ഇഞ്ചിപ്പൂണ്ട് ഇട്ട് കഴിഞ്ഞു. അപ്പതാ വെള്ളം ചിഞ്ഞത് ആരാ ചിഞ്ഞത്? അപ്പതാ നല്ല ഞമ്മണ്ടിട്ട് നമ്മള് അടുപ്പത്തേക്ക് വെക്ക. അഞ്ഞൂറ് എത്ര വിസിലമ്മ? 10 10
എത്ര വരുന്നതിനനുസരിച്ച് ടേസ്റ്റ് അങ്ങോട്ട് കൂടും. എന്താ സുഖാക്ക പരിപാടി? ഓ ചെറിയ കുട്ടികളായി ഫിൽറ്റർ ഇട്ട് കളിക്കാൻ അങ്ങനെ അങ്ങനെ ജനിക്കും അങ്ങനെ തന്നെ. വേറെ ഫിൽറ്റർ ഇട്ട് കാണട്ടെ. നമ്മളെ ഫലക്കിന്റെ എന്റർടൈൻമെന്റ് അപ്പൊ ഫാസിക്കാക്ക് തടിച്ചതുപോലെ ഉണ്ടാക്കും. എന്താ തിന്നണേ? നല്ല ബീഫ് ചോറ്. ആ ഉമ്മന്റെ വക ചട്ടിയിലിട്ട് ബാക്കിയുള്ള ബീഫിന്റെ ചോറ്. അപ്പൊ നമ്മള് കല്ലായിന്ന് തിരിച്ച് നമ്മൾ ഫ്ലാറ്റിൽ തന്നെ എത്തിയാണ്. ഫസികാക്ക എന്താണ്? ഞാനിതെന്താ അതെ നിങ്ങൾ ഒരാൾ ഇരിക്കുക. ഞാന് ഒരു സർപ്രൈസ് ഉണ്ട് ഫസികാക്ക്. അത് പകുതി ഫസികാക്ക് തിന്നാകെ ഒരിക്കലും മുട്ടായി ഉള്ളു. പൊളിച്ചു കൊടുക്കുന്ന പകുതി തിന്നാനാ. സർപ്രൈസ് ഉണ്ട് അവിടെ ഇരിക്കും. എന്താ ഇത് ഇങ്ങനെയാണ് സർപ്രൈസ് തരണേ? കേട്ടോ ഇങ്ങനെയാണ് സർപ്രൈസ് തരണേ. ഏത് അല്ലല്ല അങ്ങനെ നിലത്ത് ഇട്ടുന്ന സർപ്രൈസ് നമുക്ക് വേണ്ട. നമുക്ക് റെസ്പെക്റ്റ് ആണ് പ്രധാനം. വേണ്ട 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 വേണ്ട. നിലത്തിട്ട് ഇതെന്താ അത് സിമെന്റ് പണിക്കാർക്ക് കൊടുക്കണം? ഇതെന്താ അത് സിമെന്റിന് ചാക്കറൊക്കെ? ആ ഇനി ഇല്ലട്ടോ പറ്റൂല. ഈ സർപ്രൈസ് ഒക്കെ ഉള്ള നേരതാ ഇവിടെ നിന്ന് ഇങ്ങനെ ആകാശമൊക്കെ നോക്കി. പിന്നെ പൊയ്ക്കോളൂ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ആയി ജസ്റ്റ് പിടിച്ചാ മതി. ഓക്കെ ഓക്കെ. നോ 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 നോ. എന്താണ് എടുത്തോ? ഇല്ലേ പിന്നെ എല്ലാം ഇടാ. ഞാൻ എന്താ ഫാഷൻ ഷോ എടുത്തോ? പൊയ്ക്കോളൂ. ഒറ്റ ഒന്നും ഇടുക. ഇഷ്ടമുള്ള ഒറ്റ ഒന്ന്. ഇങ്ങനെയാണ് സർപ്രൈസ് തരാ. പിന്നെന്താ അല്ല ഓഫർ സെയില് നോക്കി വാങ്ങിയതാ. കൊറച്ച് ദിവസമായി ഇവിടെ വെച്ചിട്ട്. എനിക്കറിയില്ല. അറിയില്ല എന്തൊക്കെ ഫസിക്കാക്കും എന്ത് വാങ്ങി കൊടുത്താലും ആ മുഖം അങ്ങോട്ട് തെളിയൂല. എന്താ പറയുക, ഞാൻ വാങ്ങണ വലിയ ഇഷ്ടമല്ല. ഞാൻ പറയുന്ന ഒരു ഡ്രസ്സ് ഇതുവരെ എടുത്തിട്ടില്ല. അതാ വലിയ കാര്യം. ഇതൊക്കെ എന്തൊക്കെയോ ആണ്, എനിക്കറിയൂല. ഒരു തട്ടപ്പായിരുന്ന് വാങ്ങിയതാ. സമ്മർ ഈസ് ഇൻസ്റ്റന്റ് എന്തോ പറഞ്ഞു. സൺസെറ്റ് ഷുവർ ടീം. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ. നമുക്കൊരു മോന് ഉണ്ടാവുമ്പോ ഇനി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മള് മോള് വലുതാവുമ്പോ കൊടുക്കാം. വേണ്ടെങ്കി വേണ്ട, ഞാൻ ഇട്ടോണ്ട്. അടുത്ത ബാക്കിലാ. എന്തൊക്കെയോ ചെറിയ ചെറിയ ജോക്കിന്റെ ഷെഡിയൊക്കെ ഉണ്ടാവും. ഷെഡിയൊന്നും വാങ്ങിയിട്ടില്ല. സോറി, ആവശ്യമുള്ള വാങ്ങരുത്. വാങ്ങിയിട്ട് കാര്യമില്ല. എന്തിനാ എപ്പോഴും ഉണ്ടാകില്ല. ഓക്കെ ചെലക്കാൻ ഇത് ആ മോഡേണിന്റെ അവിടെ മറ്റേ കയർ വെച്ച് വിൽക്കുന്ന സ്ഥലത്ത് 100 രൂപയ്ക്ക് വാങ്ങിയ പുതിയ കവറ് ഹോൾസെയിൽ വിറ്റല്ലോ. എനിക്ക് കൊണ്ടുവന്നാവുന്നു. ഇതിന്റെ പേരെന്താ? ബ്രാൻഡിന്റെ പേരെന്താ? അസുഖം. ഇത് കിട്ട വല്ല അസുഖം വരോ? അസുഖം എന്നൊക്കെ ബ്രാൻഡ്. അസുഖം എന്നുള്ള ബ്രാൻഡിന്റെ പേരൊക്കെ ഇട്ടിട്ട് ഭർത്താവിന് കൊടുക്കാം. എങ്ങനെയാലും അസുഖം വരട്ടെ. അപ്പൊ ചെയ്യാം. ലയൺ ഒരു ഓവർ. ഞാനൊരു പുലിനെ കണ്ട പോലെ തോന്നി എനിക്ക്. ഇത് ആടൂല. അല്ല, ഇത് ആണുങ്ങൾ ഇട്ട കണ്ടതാ ഞാൻ മോഡല്. പിന്നെ എന്ത് കൊടുത്താലും തികയൂല. അടുത്തത് ചെറിയ ചെടിക്ക് എത്ര കവറിലാണ്. ജോക്കിന്റെ ചെടിക്ക് ഇതിലും വലിപ്പം. അതെ അതെ, ജോക്കിന്റെ ചെടി തന്നെ. എന്താ ഇതിന്റെ പേരെന്താ? മോന് ഗൈസ്
ഒരുമാതിരി ബീഹാർ ഭോജ്പുരി സാധനമൊക്കെ വാങ്ങിട്ട് തന്നണായിട്ടോ നോക്കിയാ. ഇതിന്റെ പേരെന്താ? കജാറു. കജാറു ബ്രാൻഡ്. ഒന്ന് വേഗം തൊളിച്ചൂടി. ഞാൻ ഇപ്പൊ ബ്രാൻഡിന്റെ പേര് കജാറു. ഇതൊക്കെ കജാറു. ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോട്ടെ. കജാറു മാരക ബി ഡിഫറെന്റ്. കജാറുവിന്റെ മോനെ കജാറുന്റെ ഗൈസ് അടിപൊളി. ഇത് ഡയറക്റ്റ് ഫ്രം ചാറോജിനി മാർക്കറ്റ് ഡൽഹിയാണ് കജാറു. വാങ്ങിയാണ് എനിക്ക് അത്ര അറിയുള്ളൂ. പൊളിച്ചു കജാറു. എന്തും ഇഷ്ടപ്പെടൂല. കണ്ടില്ല ആ മുഖം തെളിയൂല. എന്താണ് അപ്പൊ കജാറു കഴിഞ്ഞ് ഞാൻ അടുത്ത് നോക്കാം. ഇതെന്താ ടീഷർട്ടിന്റെ കച്ചവടമാണോ? ഈ ഇത് കട കാലിയൊക്കെ ടീഷർട്ട് അല്ലേ ഇടല്ലേ, അതുകൊണ്ട് വാങ്ങി. എനിക്ക് ഇസ്തിരി ഇടാൻ മടിയാണ്, ബസ്കാർക്ക് മടിയാണ്. അപ്പൊ ബില്ലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഹിബ വെറുതെ അവിടെ നിന്ന് എവിടുന്നോ നെറ്റില് പോയിട്ട് ഐഡിയ നെറ്റ് ഉണ്ട് അവിടെ പോയിട്ട് എടുത്തുകൊണ്ടോ ഒരു സ്റ്റിക്കർ അടിച്ച് വെച്ചതാണ് സംഭവം. അല്ല ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചുതരാം. ഓക്കെ 100 സാധനം 500 കൊടുത്ത് വാങ്ങിയാണ്. ഇതെന്താ? ഇത് കുഴപ്പമില്ല. ഇതെന്താ സ്ട്രേഞ്ചർ തിങ്സാ? മോനെ സ്ട്രേഞ്ചർ തിങ്സ് നെറ്റ്ഫ്ലിക്സ്. ഞാനിതൊന്നും കണ്ടിട്ടില്ലട്ടാ. അടിപൊളി. ഇത് അടിപൊളിയാ. എനിക്ക് ഇഷ്ടമായി സ്ട്രേഞ്ചർ തിങ്സ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു പൂക്കി വൈബാണ്. പക്ഷെ ഞാൻ ഇന്നെ കണ്ട അത്ര പൈസ തോന്നിക്കില്ലല്ലോ മീശോ അടിച്ചാ. അതെ അതെ. അപ്പൊ സീനില്ല. ഓക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. തല അടിച്ചാ മതി. ആകെ ഒന്നാ ഇഷ്ടപ്പെട്ടല്ലേ? അല്ല അടുത്ത് ഞാൻ ശരിക്കും അറിയാം. ഇത് ആർക്ക് ഇതൊക്കെ ഇട്ട് ഞാൻ നടക്കുവോ? ഇവിടെ എനിക്ക് ഹൈഫൈ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടാ. ഇവള് 40 സീറ്റ് ഇരിക്കാൻ പോവാ. അതങ്ങനെ നല്ല പാക്കിങ് അല്ലേ? നല്ല സാധനം കണ്ടിട്ട് അത്യാവശ്യം ഓ ഗൈസ് ഇത് അടിപൊളിയാവും കേട്ടോ. മാനിയാക്ക് എന്നാണ് ഇതിന്റെ പേര്. മാനേഴ്സ് ഇല്ലാത്തവർക്ക് മാനേഴ്സ്. ഇത് കൊള്ളാട്ടാ. പക്ഷെ ഇതിന്റെ ഫുൾ കൈ മേടിക്കണം. അതെ ഞാൻ ഇഷ്ടമായില്ലെങ്കിൽ അവിടെ വെച്ചാൽ നമുക്ക് കൊറേ അനിയന്മാരും അയാളാപ്പന്മാരൊക്കെ ഉണ്ട്. ആർക്കും ഇതൊക്കെ കൊടുക്കാം. ഇങ്ങനെ ഇഷ്ടപ്പെടാത്തൊന്നും ഇടണ്ട. അടുത്ത വണ്ടിക്ക് വേണ്ടി പോവാണ്. നോക്കട്ടെ മോന്താ. സത്യം പറ ഇതിനൊക്കെ എത്ര റുപ്യാ? ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ SM സ്ട്രീറ്റിൽ കടകാലിയാക്കൽ വാങ്ങിയതല്ലേ? ഇത് അതൊന്നല്ല. ഇത് SM സ്ട്രീറ്റില് ഒന്നെങ്കിൽ SM സ്ട്രീറ്റിൽ കടകാലിയാക്കൽ അവിടെ നിന്ന് മേടിച്ചിട്ട് ഈ എജിയോന്റെ സ്റ്റിക്കർ കവറൊക്കെ ഇവിടെ കുറെ ഉണ്ടായിരുന്നു. അതിൽ പൊതിഞ്ഞിട്ട് ഇട്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവൾക്ക് എന്തേലും വലുത് വാങ്ങാനുണ്ടാവും. അപ്പൊ എനിക്ക് കുറച്ച് വാങ്ങി തരുത്തുണ്ടല്ലോ. നമ്മള് ചെവിയിലേക്ക് കുറച്ച് വെള്ളം പോയാൽ കുറച്ചുകൂടി വെച്ചിട്ട് 1000 കൂടെ എടുക്കുമല്ലോ. ആ സ്കീമാണ്. അയ്യൻ അൺബോക്സ് ആയി. ഇത് മോനെ നരച്ച പാന്റ്. ഇത് നരച്ചണിപ്പ. ഇത് നരച്ചണിട്ടാ. സാധനം കുഴപ്പമില്ല. ഇതിന് എത്ര റുപ്യ? എത്ര എന്നാലും നോക്കട്ടെ. ഇത് കാണിച്ചു പാന്റ് കൂടെ നരച്ച് നോക്കി. എത്ര റുപ്യാണ്? 600-700 റുപ്യ ഉണ്ട്. 600 റുപ്യ മൊയിന്റെ. ഇത് മറ്റേ ഈ നമ്മളീ ചില വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാവൂലേ ഈ ടൂറിസ്റ്റ് പ്ലേസ്, ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒക്കെ ഉണ്ടാവും ഇതേപോലത്തെ പാന്റ്. അലമ്പാട്ടത്. ഞാൻ ഒന്ന് വാങ്ങിയില്ല. അതിന് എനിക്ക് തന്നെ നരവ് തോന്നിട്ട് ഞാൻ അത് റിട്ടേൺ അടിച്ചതാ. നോക്ക അതിന്റെ സൈഡ് അവിടെ. അത് ലാസ്റ്റ് പൊട്ടിക്കാ. അത് ലാസ്റ്റ് പൊട്ടിക്കാ. അത് ലാസ്റ്റ് പൊട്ടിക്കാൻ മസ്റ്റ് തന്നെ പൊട്ടിക്കാം. അതൊക്കെ എടുത്തൂടെ എന്താണെന്ന് നിനക്കറിയാം. ഇതാണ് എടുത്തൂടെ. ഇവളെന്താ പൊട്ടി കേറി കാറില്. ഓ കാർ പെർഫ്യൂം. ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ചെയ്യുക. തൂക്കിടുന്ന ഫസ്കാക്ക് പറ്റുമെന്ന്. നല്ല യാരന്റെ ഡൈപ്പറൊക്കെ ആണ് അതിൽ അധികം ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ കാറിന്റെ ജനൽമ തൂക്കിടുന്ന. എന്താ ജനൽമേൽ തൂക്കിടുന്ന സാധനം ഞാൻ ചെയ്യില്ല. ജനൽമേലല്ല, മിറർമ തൂക്കിടുന്ന. ചെയ്യാറില്ല. എന്നാ എവിടേക്കൊക്കെ വെച്ചാ എവിടുന്നെങ്കിൽ വെച്ചാ മതി. ഇതിങ്ങനെ വെറുതെ തൂക്കിട്ടാ മണം വരും. അടിക്കണോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണാലോ. മൂടി തുറക്കാം. പ്ലീസ് റിമൂവ് പ്ലാസ്റ്റിക് സ്റ്റോപ്പർ. നല്ല മണം കേട്ടാ. പ്ലാസ്റ്റിക് സ്റ്റോപ്പർ ഒക്കെ എടുത്തിട്ട് എന്തൊക്കെ കാണിച്ചേ ഉണ്ട്. നമുക്ക് ചെയ്യാം. അത് ചെയ്യില്ല. ഒന്നുകൂടി ഉണ്ട് അവിടെ നിലത്ത്. അതവിടെതാ
ഇവനുണ്ടല്ലോ സ്ലോ മോഷൻ കളിച്ചിട്ടുണ്ട്. ടിഷ്യൂ ഒക്കെ മോളില്. ഓ ഇത് അങ്ക് നോക്കാനല്ലേ? ടിഷ്യൂ കൊടുക്കാന് എനിക്കെന്ത് നോക്കാന്? ഓ കാറിന്റെ ടിഷ്യൂ വെക്കുന്ന അങ്ങനെ വലിച്ചെടുക്കാൻ ടിഷ്യൂ ഉണ്ടല്ലോ അല്ലേ? ടിഷ്യൂ ഫ്രീയാ? ഓ ആമസോൺ ഗ്രേറ്റ്. അടിപൊളി. അപ്പൊ ആരെങ്കിലും തലയിലേക്ക് ഇടും അവിടെ. പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഞാൻ വലിയ ബാഗ് കൂടി പൊട്ടിച്ചാളി. അടിപൊളി സർപ്രൈസ്. I am really thankful for this surprise because ഇത്രയും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടിയല്ലോ. അതിൽ ഈ അടിപൊളിയാണ്. നല്ല വില കുറഞ്ഞ തന്നെ ഈ നോക്കി എടുക്കണം. അതാണ് നമ്മളൊരു ഒന്ന് പോയി അടുത്തത് എന്താ വലിയ സർപ്രൈസ്. ഇതില് എന്തോ ബാഗ് എന്തോ ആണ്. അതന്നെ ഭയങ്കര പാക്കിംഗ് ആണ്. ഈ പറഞ്ഞു ഏൽപ്പിച്ചാ? ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച. ഇത് പൊളിക്കുമ്പോ ഭർത്താവിന് കൈ വിരൽ ഒടിയണം എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ബാക്കിൽ ചെയ്താൽ ഓൺലൈൻ ഗുണ്ടകളാ. ട്രിപ്പൊക്കെ പോകുമ്പോ ബാക്ക് പാക്ക് ആയിട്ട് വസികാക്ക് യൂസ് ചെയ്യാം. എവിടെ പോകുമ്പോ? ട്രിപ്പൊക്കെ പോകുമ്പോ ആർക്കാ യൂസ് ചെയ്യാ? കേക്കട്ടെ. എനിക്കാണോ നമുക്കാണോ? ഫസികാക്ക് ഇത് ആണുങ്ങളെ ബാഗാണല്ലോ. ലാപ്ടോപ്പ് മറ്റേതൊക്കെ ഇടണ. ഇല്ല ക്യാമറ ഒക്കെ ഞാൻ 4ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. നാളെ സ്കൂളില് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. പോയി ലഞ്ച് ആർക്ക് സമർപ്പിക്കാം. ആർക്ക് ബാഗ് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും സർപ്രൈസുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ള് റിട്ടേൺ കൊടുക്കുമ്പോ ഈ ബാഗിൽ ഇട്ടിട്ട് കൊടുത്താൽ മതി. അതിന് വേറെ കവറിന്റെ ആവശ്യം. റിട്ടേൺ കൊടുക്കാൻ കഴിയില്ല. കൊറേ ആയി വാങ്ങി വെച്ചിട്ട്. ഇതിന്റെ ഉള്ളിൽ എന്തോ ഫ്രീ ഉണ്ട് കേട്ടോ. ഇപ്പൊ നല്ല പേപ്പർ ഉണ്ട് ഇവിടെ. ഈ പ്രാവ് തീട്ടൊക്കെ വേണമെങ്കിൽ തുടങ്ങിയ എന്താ എഴുതി പഠിച്ചോ. നന്നായി ഫ്രീ കിട്ടിയല്ലോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആ ടീഷർട്ടിൽ 2-3 പൊളി. അടിപൊളി സെലക്ഷൻ. 2-3 നല്ല ഊള സെലക്ഷൻ. എന്നാലും ഇത് എവിടെ പോയി? എന്താ പേര് ഗൈസ്? കജാറു. കജാറു ബ്രാൻഡിന്റെ പേര്. അസുഖം വരുന്ന സാധനം. ഈ 2 വളരെ ഇതായിരുന്നു. പിന്നെ ഇതാ പാന്റ്. ഇതാ റെയിൻകോട്ടിന്റെ പാന്റിന് വരെ ഇതില് ക്വാളിറ്റി ഉണ്ടാവും. ഇവന്റെ സെലക്ഷൻ നരച്ച് അവിടെ നരപ്പിച്ചിട്ട് കൊണ്ടുവന്നാ വന്നു. ഇനിയിപ്പോ റിട്ടേൺ അയക്കും പോയാലെന്താ പറയുന്നതാ, അത് വാഷിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നതാ. അതാണ് ഇതിന്റെ കളർ എന്നൊക്കെ പറയും. ഇത് ഹിബക്ക് തന്നെ സ്പോൺസർ ചെയ്യാം. കാണൂലല്ലോ. ഇത് നമുക്ക് റിട്ടേൺ അടിക്കാം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അടിപൊളി. ഇഷ്ടായി. താങ്ക് യു. അടിപൊളി. എന്താ ബാഗൊക്കെ തൊക്കിലെടുക്കാൻ ആരെങ്കിലും വൈപ്പർ വെച്ചോ? അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഞാൻ ഫസിക്കാക്ക് ഒരു സർപ്രൈസ് കൊടുത്തേനി. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല. ഫസിക്കാക്ക് വലിയ വലിയ സങ്കല്പങ്ങളൊക്കെ. എന്താ ചെയ്യാ. ഓ എനിക്ക് ഇവിടെ എന്തൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്ന് പോയിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് സർപ്രൈസുകൾ ഇഷ്ടപ്പെട്ടോ? ഏത് ഷർട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അസുഖാണോ കജാരു ആണോ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പം ഇനി മുതൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. മാസത്തിലൊന്നോ അല്ലെങ്കിൽ കൊല്ലത്തിലൊന്നോ? ഏതാ? ഞാൻ മാസത്തിൽ 3 ചെയ്യാനാണ് വിചാരിക്കണേ. അപ്പം എന്തായാലും ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ വരണം. വീക്കിലി ഒന്നെങ്കിൽ ചെയ്യണം എന്നുണ്ട്. എനിക്കൊക്കെ യൂട്യൂബില് വ്ളോഗ് ചെയ്യുന്ന പോലും മറന്നു പോലും പോയി. എങ്ങനെ അത് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് കോമഡി ഒക്കെ വരുമായിരുന്നു. ഇപ്പൊ കോമഡി ഒന്നും ഓർഗാനിക് ആയിട്ട് വരുന്നില്ല. പക്ഷെ ഹിബ തളരുകയില്ല. ഹിബ ആണ് നമ്മളെ കരുത്ത്. അപ്പൊ ഹിബ എന്നും ഒരു വ്ളോഗ് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കുക. അടുത്ത വീഡിയോ എത്തിച്ചേരുക. അത് എനിക്ക് ബൈ അറിയാലോ. ബൈ.
മൂട്ടൈ